ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ എബ്രാം CP നടത്തുന്ന എബിആർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി ബൈബിളിലെ ഏകദേശം ഒരു സ്റ്റഡി നടത്തുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ചരിത്രം, അതാണ് ബൈബിളിൽ തുടങ്ങുന്നത്. ആദിയിൽ എന്ന് പറഞ്ഞ ടൈം സ്റ്റാർട്ട് ചെയ്തു. അതിലോ വെളിപ്പാട് പുസ്തകത്തിൽ അത് ഞാൻ ആദ്യനും അന്ത്യനും എന്ന് പറയുമ്പോൾ ആ ചരിത്രം ക്ലോസ് ചെയ്ത് സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മങ്ങൾ ദൈവം ബൈബിളിലൂടെ മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി ദൈവം തന്റെ സ്നേഹത്തിൽ ആരംഭിച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെക്കുന്ന വീണ്ടെടുപ്പിന്റെ ചരിത്രമാണ്. അതാണ് ബൈബിൾ. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ സഭയുടെ ആരംഭത്തിൽ തന്നെ ഒന്നാമൻ പത്രോസ് സഭ ഉദ്ഘാടനം ചെയ്ത ശേഷമുള്ള യെരൂശലേം ദൈവാലയത്തിൽ ചെന്ന് ഉടൻ തന്നെ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയ ജനത്തോട് വീണ്ടും ഇത് പറയുവാൻ യോഹന്നാനുണ്ട് കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് 3-ാം അധ്യായത്തിന് അപ്പോസ്തലരുടെ 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണെന്ന് സങ്കീർത്തനക്കാരൻ ദാവീദ് 24-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെ എല്ലാം വീണ്ടെടുക്കുവാനുള്ള ഭൂമിയുടെ ആ ഹിസ്റ്ററി മനുഷ്യവർഗത്തോടുള്ള സ്നേഹം മുഖാന്തരം വെളിപ്പെടുത്തി വല്ലവിധേയനെയും മരിച്ചവരിൽ പുനരുത്ഥാനം പ്രാപിച്ച പൗലോസിന്റെ ഭാഷയാണ്. ദൈവത്തോടുകൂടെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന് കൂടെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അത് നടത്തിയെടുക്കുവാനുള്ള സംവിധാനമാണ് ബൈബിൾ. പ്രൈസ് ലോർഡ്. ആ കാര്യത്തിൽ ഈ ലോക ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആരംഭിച്ചത് ബൈബിളിലാണ്. ആദ്യം ആ ബൈബിളിൻ്റെ മോശയ്ക്ക് അത് റിട്ടേൺ ആയി കൊടുത്ത് അബ്രഹാമിനെ ദൈവരാജ്യം ആരംഭിക്കാൻ ദൈവം താല്പര്യപ്പെട്ടു. കോടിക്കോടി വർഷങ്ങൾ പാഴ്ശൂന്യമായി കിടന്ന് കുടിയടപ്പവകാശം പോലെ പിശാച് ആഴത്തിൻ്റെ ഇരുളായി കിടന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അതിനെ ക്രമീകരിച്ചെടുക്കുവാൻ വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും കൊണ്ടുവന്നതാണ് മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണം. അങ്ങനെ ആ മനുഷ്യനെയും ദുഷ്ടനായ പിശാച്, കാരണം അവൻ്റെ കുടിയടപ്പവകാശമുള്ള ഭൂമിയിലെ മണ്ണെടുത്ത പൊടിയെടുത്ത കുഴച്ചത് അതിനെ അവന് എന്ത് ചെയ്തു? തന്ത്രപരമായിട്ട് അതാണ് ഉപായത്താൽ സർപ്പം ഹോവയെ ചതിച്ചു എന്ന പൗലോസിന്റെ ഭാഷ. അങ്ങനെ പാപത്തിലാക്കി, അങ്ങനെ യോഹന്നാൻ അപ്പോസ്തലന്റെ വാക്കി പറഞ്ഞാൽ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാക്കി. എന്നാൽ ദൈവത്തിന്റെ പ്രമാണത്തിന് ആ ദൈവം വെച്ചിരിക്കുന്ന ഒരു വീണ്ടെടുപ്പിന്റെ പ്രമാണം, അതാ റോമർ 8:28 പറഞ്ഞത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകലവും നന്മയ്ക്കായി കൂട്ടിയിണക്കുന്നു. ആ വീണ്ടെടുപ്പിന്റെ പ്രകൃതി നന്മയ്ക്കാക്കി. ദൈവം സ്നേഹവാനാ, ദൈവം നന്മ മാത്രമേ ചെയ്യുള്ളൂ, നല്ല സ്നേഹമാണ്. ആ പ്രക്രിയയാണ് ബൈബിളിലൂടെ നമ്മൾ കാണുന്നത്. പ്രൈസ് ലോർഡ്. അങ്ങനെ ദൈവം ആദ്യത്തെ ഒരു 1600-700 വർഷം കൊണ്ട് ദൈവ പ്രക്രിയ അത് മനുഷ്യൻ പിശാചിന്റെ കെണിയിൽപ്പെട്ട് ആ സമൂഹത്തെ മുഴുവൻ ഒരു മനുഷ്യനെ കിട്ടിയുള്ളൂ. നോഹയുടെ ഭാര്യയും നോഹയുടെ 3 ആൺപിള്ളേരും അവരുടെ ഭാര്യ ഒരു 8 പേര്. അവരിൽ കൂടെ ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യവർഗത്തിന് 880 കോടി ജനമുണ്ടെങ്കിൽ അവർ മുഴുവൻ ഈ ഷേം, ഹാം, യാഫത്തിൻ്റെയും നോഹയുടെയും മക്കളാണ്. അല്ല വേറെ ആരും ഭൂമിയിൽ വെളിയിൽ നിന്ന് വന്നിട്ടില്ല. അതല്ല ഈ മണ്ടന്മാർ പറയുന്ന പോലെ അവിടെ തന്നെയാ ഈ സ്തോത്രം ഉണ്ടായതൊന്നും പറയാനുള്ള ഒരു ചാൻസും ഇല്ല. വിവരക്കേടുകളാണ്. അതുകൊണ്ട് ദൈവവചനം മനസ്സിലാക്കാതെ അവരെല്ലാം ജ്ഞാനികളെന്ന് വിചാരിച്ച് മൂഢന്മാരായി തീർന്നു എന്ന റോമാലണ്ട് പൗലോസ് പറഞ്ഞു. പൗലോസിനെ പോലും ഞാൻ ലോകത്തില്ല.
ദൈവമക്കളെ, ആ സിസ്റ്റമാണ് അബ്രഹാമിൽ കൂടെ കൊണ്ടുവന്നു, ഇസ്ഹാക്കിൽ യാക്കോബിൽ കൂടെ ദൈവരാജ്യം സ്ഥാപിക്കാൻ. അതുകൊണ്ട് അതിൻ്റെ എല്ലാം ആകത്തുകയാണ് യേശുക്രിസ്തു വന്നപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. നിന്റെ രാജ്യം വരണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം. ദൈവത്തെ വിളിക്കുന്ന പിതാവേ എന്നാണ്. ആ പിതാവിൻ്റെ മക്കളാണ് ഭൂമിയിൽ ആണായാലും പെണ്ണായാലും ഉള്ളതും. അതുകൊണ്ട് ഞാൻ സ്നേഹത്തിൻ്റെ ആ ദൈവരാജ്യം സ്ഥാപിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ കഴിഞ്ഞാൽ അത് സ്വർഗരാജ്യം സ്ഥാപിക്കാൻ. അതുകൊണ്ട് ആ കർത്താവ് പഠിച്ച പ്രാർത്ഥനയിലും പറഞ്ഞല്ലോ, സ്വർഗത്തിലെ ഭൂമിയിലും സ്വർഗത്തിലെ പോലെ ആക്കണമെന്നും. കാരണം അതായത് ഭൂമിയും സ്വർഗവും ഇപ്പോൾ അകന്നു നിൽക്കുന്ന, ദൈവത്തെ അനുസരണക്കേട് കാണിച്ച് അകന്നു നിൽക്കുന്ന ആ സംവിധാനത്തിൽ നിന്ന്, അത് എഫെസ്യൻസിലെ പറഞ്ഞ് അത് സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ കൊലോസ്യയിലെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഒന്നായി ചേർക്കുക. അതാണ് നിത്യതയിലെ അവസ്ഥ. ആദിക്ക് മുമ്പ് നിത്യതയിൽ എങ്ങനെയായിരുന്നോ അതിനെ പാരിശൂന്യമാക്കി പിശാചി കളഞ്ഞെങ്കിലും ദൈവത്തിന്റെ സംവിധാനം വെച്ച് ഇത് വീണ്ടും ഒന്നാക്കി ദൈവം എന്ത് ചെയ്യുക, സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിലാക്കി വെക്കാനുള്ള സംവിധാനമാണ് ബൈബിൾ. പ്രൈസ് ഗോഡ്. അതിന്റെ പ്രോസസ് ഇസ്രായേൽ മക്കള് അത് ദൈവം കൊടുത്ത സിസ്റ്റം മുഴുവൻ തകർത്ത് കളഞ്ഞപ്പോഴത്തേക്ക് അത് ജാതികളിലേക്ക് കൊടുത്ത്, അത് ദൈവരാജ്യം സ്ഥാപിക്കാൻ വെച്ച ഇസ്രായേൽ രാജ്യം, അത് തുടക്കത്തിൽ തന്നെ യഹൂദാ ഗോത്രവും എന്നും ഇസ്രായേൽ രാജ്യം ഇസ്രായേൽ രാജ്യം BC 722 അശൂർ സാമ്രാജ്യം, അസുരന്മാർ നമ്മൾ പറയുന്ന അശൂർ സാമ്രാജ്യം അത് തകർത്ത് കളഞ്ഞെങ്കിലും വീണ്ടും ഹല്ലേലൂയ അതിനെ ദൈവം എന്ത് ചെയ്തു, വീണ്ടും എടുത്തുകൊണ്ടിരിക്കുക. ദാനിയേൽ കൂടെ BC 606 അത് ബാബിലോൺ സാമ്രാജ്യം ഇസ്രായേൽ രാജ്യം കീഴടക്കി നശിപ്പിച്ചു കളഞ്ഞു. കാരണം ഇസ്രായേൽ മക്കളുടെ കൈ കൊള്ളതായ്മ ഉണ്ട്. ദൈവത്തെ വിട്ട് ഞങ്ങൾ തന്നെ സ്വർഗരാജ്യം ഉണ്ടാക്കിയുള്ളത് ചിന്ത പിശാച് ഈ ലോകത്തിന് ദൈവം അവരുടെ ഹൃദയത്തിൽ കൊടുത്തത് അനുസരിച്ച്. അപ്പം ദൈവം ബാബിലോൺ സാമ്രാജ്യത്തിൽ കൊടുത്ത് നെബൂഖദ്നേസർ രാജാവിനെ ദാനിയേലിനെ അഡ്വൈസറായി ദൈവദാസനായ ദാനിയേൽ മുഖാന്തരം ലോക ചരിത്രം കൊണ്ട് വിളമ്പി കൊടുക്കുക. അതുവരെ ദൈവം എന്ത് ചെയ്യും, അത് ഇസ്രായേൽ രാജ്യത്തിൽ കൂടെ ദൈവത്തിന് പ്ലാനും പദ്ധതി കൊടുക്കാമെന്ന് വെച്ചു. അത് ദാനിയേൽ കൂടെ അത് ബാബിലോൺ സാമ്രാജ്യം ആദ്യമൊക്കെ ഉള്ള അവർ ഇസ്രായേലിനെ കൂടെ തെറ്റിപ്പോകുമ്പോൾ മേധോ പാർസികൾ വന്നു, അവരും ആ രാജ്യം സ്ഥാപിച്ചു. അവരും കോരസ് രാജാവ് ആണ് ഇസ്രായേലിന് വേണ്ടിയ ദൈവാലയം വീണ്ടും പണിതുറപ്പിച്ച് നമുക്ക് വായിക്കാം. കോരസ് മേദ്യ പർസ്യ രാജാവ് കോരസ് ദൈവാലയം പെടുത്തും. അത് കഴിയുമ്പോൾ അവരും ദൈവത്തെ കോരസിന് ശേഷം അവരും അവരുടെ കാര്യങ്ങളെല്ലാം വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, വീണ്ടും ഒരു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി വന്നു, ആ ജെറുസലേം പിടിച്ചെടുത്തു. അത് സെപ്റ്റുജന്റ് വേർഷൻ, അത് പഴയ നിയമം എന്ന ബൈബിള് അദ്ദേഹം കണ്ടു. ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ് ലോകചരിത്രമാണെന്ന് ദാനിയേൽ കൂടെ ഉള്ളത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അത് ആ ബൈബിള് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ്, ലോകത്തിന്റെ ഭാഷയായിരുന്നു. ആ ഗ്രീക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഇന്ന് കിടക്കുന്ന പ്രീസ് ഇന്നുള്ള വന്നിരിക്കുന്നില്ല. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഏത് ഭാഷയിലാണെങ്കിലും ആ ബൈബിളിന്റെ പരിഭാഷ വന്നിരിക്കുന്നത് മുഴുവൻ ഗ്രീക്കിന്നാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പുതിയ ഈ കാലഘട്ടം അന്ത്യകാലത്ത് കാലം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അന്ത്യനാളുകൾ അവനെ ശിക്ഷിച്ച് സെൻട്രൽ ജയിലിലേക്ക് നരകത്തിലാക്കാനുള്ള സംവിധാനമാണ് ദൈവത്തിന്റെ പ്രോഗ്രാം. അപ്പൊ തന്നെ ഈ ഭൂമിയെ വീണ്ടെടുത്ത് സ്വർഗരാജ്യം സ്ഥാപിക്കുക. അതിലെന്ത് ചെയ്യുക, കൊടുത്ത് വന്ന് ഈ അന്ത്യകാലത്ത് ഇനി വീണ്ടും യെശയ്യാവ്, യെരമ്യാവ്, ദാനിയേൽ എല്ലാം കൂടിയ അതിനുള്ള സംവിധാനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 21-ാം നൂറ്റാണ്ട് വരുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ 2 ലോകമഹായുദ്ധം കണ്ടു, ഇനി 3 ലോകമഹായുദ്ധം +1, ഇങ്ങനെ മൊത്തം 6 ലോകമഹായുദ്ധം കൊണ്ട് ഈ ഭൂമിയെ ആദിയിൽ ദൈവം ആകാശവും സൃഷ്ടിച്ചു. അതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതെ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലത്ത് എങ്ങനെയായിരുന്നു ദൈവം സംവിധാനം ചെയ്ത് ആ പരുവത്തിലാക്കുവാനുള്ള സംവിധാനം വെളിപ്പാട് പുസ്തകത്തിൽ ക്ലോസ് ചെയ്യുക. അതാണ് അത് ഇനിയുള്ള അതിനാണ് ഫസ്റ്റ് വേൾഡ് വാർ. ആ ഫസ്റ്റ് വേൾഡ് വാറിന് കാണുന്നത് യെശയ്യാവ് ഇസ്രായേൽ രാജ്യത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഇസ്രായേൽ രാജ്യം എന്താ, ദൈവരാജ്യം സ്ഥാപിക്കുമെന്ന് അവർ ദൈവത്തെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, അവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമെന്ന് പറഞ്ഞാണ് അത് ബിലയാം എന്ന പ്രവാചകൻ ഇവരെക്കുറിച്ച് പറഞ്ഞത്. യെശയ്യാവിന്റെ കാലത്ത് വന്നപ്പോൾ ഇവർ തനിച്ചു പാർക്കുന്നവരല്ല, ഇവരെന്തുവാ ജാതികളെ പോലെ ദൈവമില്ലാത്തവർ പോലെ ഇഷ്ടം പോലെ തോന്നിയ പോലെ ജീവിക്കുക. ദൈവത്തിന് പകരം മറ്റ് ദൈവങ്ങളെ ഉണ്ടാക്കി, സ്വന്തം ദൈവങ്ങളെ ഉണ്ടാക്കി അവർ സമൂഹത്തിൽ ഒരു അംഗീകാരം കൊണ്ട് നഷ്ടപ്പെടുത്തി. ലോസ് ദർ സോഷ്യൽ സ്റ്റാറ്റസ്. എന്നാൽ വീണ്ടും ദൈവത്തെ അബ്രഹാമിനോട് അരുളി ചെയ്ത
അത് അബ്രഹാമിന് ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് അത് മിസ്രൈം തോട് മുതൽ യൂഫ്രട്ടീസ് വരെയും പേർഷ്യ മുതൽ വരെയും, അതായത് ഇന്നത്തെ മിഡിൽ ഈസ്റ്റിൽ ദൈവരാജ്യം സ്ഥാപിപ്പാനും അത് കഴിഞ്ഞ് പുതിയ ആകാശം പുതിയ മുതൽ പുതിയ യെരൂശലേം സ്ഥാപിച്ച് ദൈവം ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുന്ന സ്വർഗത്തോട് നിരപ്പാക്കുന്ന വിഷയക്ക് വേണ്ടി ആ സംവിധാനത്തിലെ പ്രോഗ്രാം ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അത് ഫസ്റ്റ് വേൾഡ് വാറിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടതുപോലെ ദൈവത്തിന്റെ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത നിന്റെ സന്തതിക്ക് ഈ ഭൂമിയെ അവകാശമായി കൊടുക്കും ഈ പറഞ്ഞതുപോലെ അത് ക്രിമികൾ ചുരുക്കാം. ഫസ്റ്റ് വേൾഡ് വാർ നിങ്ങൾ നോക്കണം ഹിസ്റ്ററി. അതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രോബ്ലം നിൽക്കുന്നത് ഹിസ്റ്ററി ദ കീ സെൻട്രൽ പോയിന്റ് ഓഫ് ബൈബിൾ. ദൈവത്തിന് പിന്നെ അബ്രഹാമിനെ ചുരിച്ചു, അബ്രഹാമിന്റെ വിശ്വാസം. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാർ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് നഷ്ടപ്പെടുത്തിയതുപോലെ അബ്രഹാം നിന്നോട് പറഞ്ഞ വാക്ക് നിവൃത്തിയാക്കണമല്ലോ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ 2500 വർഷം മുമ്പ് അത് BC 606 നഷ്ടപ്പെട്ടു പോയ അവരുടെ രാജ്യം, കാരണം അവിടെ ഇരിപ്പുണ്ട് ബാബിലോൺകാരെ കൊടുത്തത് പിടിച്ചടക്കിയത്. ബാബിലോണിനെ പരിചയപ്പെടുത്തേക്ക് മേദോപേർഷ്യ വന്ന് ഗ്രീക്ക് സാമ്രാജ്യം വന്ന് ഇപ്പൊ റോമ സാമ്രാജ്യത്തിന്റെ മനുഷ്യന്റെ പരിശ്രമമാണ്. അതെന്തിയാ ജനാധിപത്യം, കമ്മ്യൂണിസം, സോഷ്യലിസം, ഇതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ദൈവത്തെ കൂടായതല്ല ഞങ്ങൾ സമസുന്ദരമായ ഒരു രാജ്യം സ്ഥാപിക്കാൻ, ദൈവരാജ്യം സ്ഥാപിക്കാന്ന് നടക്കത്തില്ല. നിങ്ങളിവിടെ പറ്റത്തില്ല. മനുഷ്യർക്ക് അസാധ്യമെങ്കിൽ ദൈവത്തിന് സകലവും സാധിക്കും. നീ ഉദ്ദേശിക്കുന്ന സകലവും സാധ്യമാക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ദൈവരാജ്യവും പിന്നീട് ലോകാവസാനവും ഇതിനെ ഭൂമിയെ പുതിയ ആകാശം പുതിയമാക്കി സ്വർഗജോ സായിപ്പല്ല ദൈവിക പദ്ധതിയാണ് ഫസ്റ്റ് വേൾഡ് വാറിലൂടെ ദൈവം ആരംഭിച്ചിരിക്കുന്നത് 21-ാം നൂറ്റാണ്ടിൽ. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് വേൾഡിൽ ലോകത്ത് ചെതറിക്കിടന്ന ഇസ്രായേലിനും ഫസ്റ്റ് വേൾഡ് വാറിൽ 14 to 18 കഴിഞ്ഞപ്പോൾ ആ ഒരു രാജ്യത്തിലെ കുടിയേറുവൻ സൂചി കത്താൻ ഇടം പോലും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് അവരെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ച അത് ലോകജാതികളുടെ ഇടയ്ക്ക് അത് ഇസ്രായേലിന് അവിടെ കുടിയേറാനുള്ള സൗകര്യം കൊടുത്തു. അതാണ് ഫസ്റ്റ് വേൾഡ്.